ആസാം റൈഫിൾസിന്റെ വെടിയേറ്റ് ബസ് കാത്തുനിൽക്കുകയായിരുന്ന നിരപരാധികളായ 10 പേർ കൊല്ലപ്പെടുന്നു. സംഭവം നടന്നത് ഇറോം ശർമിളയുടെ വീടിനടുത്ത്. കൊല്ലപ്പെട്ടവരിൽ പലരും ശർമിളയ്ക്ക് നേരിട്ട് പരിചയമുള്ളവർ. സംശയമുള്ളവരെ എവിടെ വെച്ചും വെടിവെക്കാനും പിടിച്ചുകൊണ്ടുപോകാനും സൈന്യത്തിന് അധികാരം നൽകുന്ന ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പ്രിവിലേജ് ആക്ടിനെതിരായ സമരത്തിന് വിദ്യാർത്ഥിയായിരുന്ന ശർമിള തുടക്കം കുറിച്ചത് അങ്ങനെയാണ്. നിയമം പിൻവലിക്കുന്നതുവരെ ഭക്ഷണം കഴിക്കില്ലെന്ന് അവർ പ്രതിജ്ഞ ചെയ്തു. ആത്മഹത്യാ കുറ്റം ചുമത്തി പോലീസ് ശർമിളയെ അറസ്റ്റ് ചെയ്തു. അന്നു മുതൽ ഇംഫാലിലെ ജവഹർലാൽ നെഹ്റു ആശുപത്രിയിൽ പോലീസ് തടങ്കലിലാണ്. നിർബന്ധിച്ച് മൂക്കിലൂടെ കയറ്റുന്ന ദ്രാവക രൂപത്തിലുള്ള ആഹാരമാണ് അവരുടെ ജീവൻ നിലനിർത്തുന്നത്. 15ാം വർഷത്തിലേക്ക് കടക്കുമ്പോഴും ശർമിള സമരത്തിൽ ഉറച്ചു നിൽക്കുന്നു. ലോകത്ത് തന്നെ ഏറ്റവും കാലം നീണ്ട നിരാഹാര സമരമാണ് ശർമിളയുടേത്. അഫ്സ്പ പോലുള്ള കരിനിയമങ്ങൾ പിൻവലിക്കണമെന്ന് പല കോണുകളിൽ നിന്ന് ആവശ്യമുയർന്നിട്ടും രാജ്യസുരക്ഷയുടെ പേരിൽ അവ നിലനിർത്താനാണ് മാറി മാറി വരുന്ന സർക്കാരുകളുടെ തീരുമാനം. ന്യൂസ് ഡെസ്ക്, മീഡിയ 1.